ജീവിക്കുന്നവരാണെങ്കിൽ അവർക്ക് കൊച്ചി ലൈഫ് എക്സ്പെൻസീവ് ആണോ അതോ നോർമൽ ആയിട്ടുള്ള ഒരു സാലറിയിലോ അല്ലെങ്കിൽ ഒരു കുറച്ച് പൈസ കൊണ്ട് ജീവിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. എന്തായാലും നമുക്ക് ആൾക്കാരുടെ റിവ്യൂസ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ചോദിച്ചോ. അതാണ് കൊച്ചി എങ്ങനെയാണ്, അഫോർഡബിൾ ആണോ അതോ ഭയങ്കര എക്സ്പെൻസീവ് ആണ്? ഓക്കെ, ബേസിക് ആയിട്ട് എവിടെ എക്സ്പെൻസ് കൂടുന്നത്? ഫുഡ് ആണോ അതോ ആക്സസറീസ് ആണോ? ഫുഡ് ഐറ്റംസിന് ഭയങ്കര വിലയാണ്. എവിടെയാണ് പ്രോപ്പർ ആയിട്ട് കൊച്ചിയിൽ എവിടെയാണ് നിൽക്കുന്നത്? ഇവിടെ തന്നെയാണ്, എടപ്പള്ളി തന്നെയാണ്. പക്ഷെ ഇവിടെ ഫുഡ് കാര്യത്തിനൊക്കെ ഭയങ്കര റേറ്റ് ആണ്. അറിയില്ല സ്ഥലങ്ങൾ അറിയില്ല, പഠിച്ചു വരുന്നുള്ളൂ. പക്ഷെ എന്നാലും എക്സ്പെൻസീവ് ആണ്, ഭയങ്കര ബുദ്ധിമുട്ട്. ഓക്കേടാ, താങ്ക്സ്. പാലക്കാടാണ്. ഇവിടെ കുറെ നാളായോ? ഒരു മാസമായിട്ട്. കൊച്ചിയിൽ എങ്ങനെയാണ്, എക്സ്പെൻസീവ് ആണോ? കൊച്ചി ജീവിക്കാൻ ഓക്കെ ആണോ? അത്യാവശ്യം കുഴപ്പമില്ല, അഫോർഡബിൾ ആണ്. അഫോർഡബിൾ ആണ്. ഓക്കെ, ജോലി ചെയ്യുവാണോ? അല്ല, ഞാനിപ്പോ കോച്ചിങ് ആണ്, OIT. ഓക്കെ ഓക്കെ, നമുക്ക് നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് വെച്ചിട്ട് വലിയ പ്രശ്നമില്ലാതെ ജീവിക്കും. മോളൊന്നും കയറുന്നു, അഫോർഡബിൾ ആയിട്ട് ജീവിക്കാം. അതെ അതെ, മുകളിൽ കയറാതിരുന്ന ഇതിലൊക്കെ കയറി നമ്മൾ വിചാരിച്ചാൽ ചിലപ്പോൾ എക്സ്പെൻസീവ് ആകും, ഇല്ലെങ്കിൽ നോർമൽ ആണ്. ഓക്കെ, താങ്ക് യു. എന്ത് പേര്? ദേവിക. അർച്ചന. എങ്ങനെയാണ് കൊച്ചി, എക്സ്പെൻസീവ് ആണോ അതോ അഫോർഡബിൾ ആണോ? നിൽക്കുന്നതനുസരിച്ച് കാശുള്ളവർക്ക് നന്നായിട്ട് നിൽക്കാം, കാശില്ല അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാം. പക്ഷെ ചേച്ചി ഇത്രയും നാളെ നിന്നത് വെച്ചിട്ട് ഓക്കെയാണ്, കുഴപ്പമില്ല, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ജീവിച്ചു പോവാം. പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നവർക്കല്ലേ പ്രശ്നം വരുള്ളൂ, അല്ലാതെ നമുക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. ഓക്കെയാണ്. ഓക്കെ, താങ്ക് യു. കൊച്ചിയിലാണോ നിൽക്കുന്നത്? അതെ. എന്താണ് പേര്? ജോസിയ. ചേച്ചി? ഓക്കെ, ഈ കൊച്ചിയിൽ എങ്ങനെയാണ് നിന്നത് വെച്ചിട്ട്? അഫോർഡബിൾ ആണോ അതോ എക്സ്പെൻസീവ് ആണോ? കൊച്ചിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണോ? ഞങ്ങള് വീട് വയനാടാണ്. ഓക്കെ, ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട്. ഓക്കെ, എങ്ങനെയുണ്ട് ഇപ്പൊ വന്നത് വെച്ചിട്ട്? എക്സ്പെൻസീവ് ആണോ അതോ കുറച്ചൊക്കെ എമൗണ്ട് പോകുന്ന? എക്സ്പെൻസീവ് ആണ്. കമ്പാരിറ്റീവ്ലി വയനാടൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ എക്സ്പെൻസീവ് ആണ്. വീട് നോക്കുന്നതും നമ്മൾ നിൽക്കുന്ന കാര്യങ്ങളൊക്കെ എക്സ്പെൻസീവ്. എന്തിലാണ് ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് തോന്നിയിട്ടുള്ളത്? ഡെയിലി ലൈഫിലെല്ലാം സ്റ്റേഷനറി ആയാലും എല്ലാത്തിനും എക്സ്പെൻസീവ് ആണ്, അഫോർഡബിൾ അല്ല തീരെ. ഓക്കെ, താങ്ക് യു. ഇവിടെയാണോ, കൊച്ചിയിൽ തന്നെയാണോ? കൊച്ചിയിലാണ്. എങ്ങനെയാണ് കൊച്ചി, അഫോർഡബിൾ ആണോ അതോ കംഫർട്ടബിൾ ആണോന്ന് വെച്ചാൽ ജീവിത ശൈലിയിൽ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഫെസിലിറ്റീസ് ഒക്കെ ഓർക്കുമ്പോൾ നമ്മുടെ എന്താ പറയാ, ഹോസ്പിറ്റല്, ഇങ്ങനെ ലുലു, ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ ഓർക്കുമ്പോൾ ഓക്കെയാണ്. കാരണം നമ്മുടെ ഒരു മഴ പെയ്താൽ തന്നെ വെള്ളത്തിൽ മുങ്ങുന്നതാണ് കൊച്ചി എന്ന് പറഞ്ഞ സ്ഥലം. ഓക്കെ ഓക്കെ, അതുകൊണ്ട് പിന്നെ ആ ബുദ്ധിമുട്ട് നമ്മളുണ്ട്. പക്ഷെ എക്സ്പെൻസീവ് ആണെന്ന് ചോദിച്ചാണ്, അല്ലാതെ ഓക്കെ ആണോ? ഓക്കെ, അങ്ങനെ മുഴുവൻ ക്ലിയർ ആണെന്ന് പറയാൻ നമ്മളെ കൊണ്ട് സാധ്യമാവില്ല. ശരി, താങ്ക് യു ഫോർ ദി. എക്സ്പെൻസീവ് ആണ്. ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അതെന്താ അങ്ങനെ പറയാൻ? സാധനത്തിനൊക്കെ നമ്മളെ നാട്ടിലെ വെച്ച് നോക്കുമ്പോൾ റേറ്റ് കൂടുതലാണ്. ഹോസ്റ്റലിലാണോ നിൽക്കുന്നത്? അതുകൊണ്ട് തന്നെ നന്നായിട്ട് മനസ്സിലാവും അല്ലേ? പഠിക്കുവാണോ? വർക്ക് ചെയ്യാണ്. പക്ഷെ നമുക്ക് കിട്ടുന്ന പൈസക്ക് എവിടെ കൂടെ എങ്ങനെയാ പോണേന്ന് അറിയില്ല, ബുദ്ധിമുട്ടാണ് ഇവിടെ. ഓക്കെ, കമ്പാരറ്റീവ്ലി. അഞ്ജന. കൊച്ചിയിലല്ല, ഇവിടെ എന്തോ? വയനാടാണ്. കൊച്ചിയിൽ വന്നതിന് ശേഷം കൊച്ചി എക്സ്പെൻസീവ് ആണോ അതോ കമ്പാരിറ്റീവ്ലി ഓക്കെ ആണോ? ഞാൻ വന്നിട്ട് ഇപ്പൊ 1 വീക്ക് ആയിട്ടുള്ളൂ. തുടങ്ങിയിട്ടില്ല, തുടങ്ങുന്നു. ഓക്കെ, ഇപ്പൊ കണ്ടതിൽ വെച്ചിട്ട് ഓക്കെ ആണ്. ഓക്കെ ആണ്. ആൻമരി. എവിടുന്ന വരുന്നേ? തൃശ്ശൂര്. ഇവിടെ കുറെ നാളായിട്ട് കൊച്ചിയിൽ തന്നെയാണോ? പഠിക്കാണ്. കൊച്ചി എങ്ങനെയാണ്, അഫോർഡബിൾ ആണോ അതോ എക്സ്പെൻസീവ് ആണോ? എങ്ങനെയാ നിങ്ങക്ക് തോന്നുന്നത് ഇത്രയും നാൾ നിന്നത് വെച്ചിട്ട്? അങ്ങനെയൊന്നുമില്ല, ഇപ്പൊ ഓക്കെ ആണ്. ഇനി പോകുമ്പോ അറിയാൻ പറ്റും എങ്ങനെയാണ്, എക്സ്പെൻസീവ് ആണോ? പഠിക്കുകയാണോ രണ്ടുപേരും? ഓക്കെ, അപ്പൊ പിന്നെ അറിയാൻ പറ്റില്ല. എന്നാലും കുറച്ച് നാളും കൂടി നിന്ന് കഴിയുമ്പോ മേ ബി അറിയാൻ പറ്റുമായിരിക്കില്ല, ഇപ്പൊ അറിയില്ല. ഓക്കെ, എന്തായിരുന്നു പേര്? ആതിര. എവിടുന്ന വരുന്നേ? കോട്ടയം. ഇവിടെ കൊച്ചിയിൽ കുറെ നാളായോ? ഞാനൊരു കാര്യത്തിന് വേണ്ടി വന്നതാ. ഇവിടെ നിൽക്കുന്നതല്ല. ഓക്കെ, വന്നിട്ട് കൊച്ചി എങ്ങനെയാണ്, എക്സ്പെൻസീവ് ആണോ അതോ ഒരുപാട് പൈസ മുടക്കേണ്ടി വന്നിട്ടുണ്ട് ഇവിടുത്തെ? ഇഷ്ടമല്ലേ, നമുക്ക് എക്സ്പെൻസീവ് ആയിട്ട് പോണെങ്കിൽ എക്സ്പെൻസീവ് ആകാം. പക്ഷെ ഇപ്പൊ വന്നത് വെച്ചിട്ട് അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിലാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, എന്താ പേര്? ഷിൽന. ശ്രീഷ്മ. എവിടുന്ന വരുന്നേ? വയനാട്. ഓക്കെ, കൊച്ചിയിൽ കുറെ നാളായോ? 2 വീക്സ് ആയിട്ടുള്ളൂ. 2 വീക്സ് ആയിട്ട് എന്താണ് കൊച്ചിയിൽ എക്സ്പെൻസീവ് ആണോ നിൽക്കാൻ വേണ്ടിട്ട് അതോ നോർമൽ നമുക്കൊരു ലൈഫൊക്കെ കൊണ്ടുപോകാൻ? നോർമൽ അല്ല, നോർമൽ ആണ്, എക്സ്പെൻസീവ് അല്ല. ഓക്കെ, നമ്മൾ നോക്കുന്ന പോലെ ഇരിക്കും. പക്ഷെ ഇതുവരെ നിന്നത് വെച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, എക്സ്പെൻസ് ഒക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. വിഷ്ണു കൊച്ചിയിൽ തന്നെയാണോ സ്റ്റേ ചെയ്യുന്നത്? ഓക്കെ, കൊച്ചിയിൽ ജീവിക്കുന്നത് നോർമലായിട്ട് ഒരു എക്സ്പെൻസിലൊക്കെ പറ്റുമോ ജീവിക്കാൻ അതോ ഒരുപാട് എക്സ്പെൻസീവ് ആണോ? അല്ല, ഒരുപാട് എക്സ്പെൻസീവ് ഒന്നുമല്ല. നോർമൽ ഒരു ബാംഗ്ലൂരൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് നോർമൽ എക്സ്പെൻസിൽ ജീവിച്ചു. എന്തായിരുന്നു ജോലി? ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ഓക്കെ, അപ്പോ ആ ഒരു എക്സ്പെൻസ് ഒക്കെ ഈ ഒരു സാലറിയിലൊക്കെ നിൽക്കും?
ആ കുഴപ്പമില്ല, മാനേജ് ചെയ്ത് പോവാം. പിന്നെ നമ്മള് എന്താ പറയാ നമ്മളുടെ ലിവിങ് സ്റ്റൈൽ എങ്ങനെ നമ്മള് എന്താ പറയാ എങ്ങനെ നോക്കുന്നു അതേപോലെ അതിനനുസരിച്ചിരിക്കും. എക്സ്പെൻസ് കാര്യങ്ങൾ. അപ്പൊ ഇവിടെ നിൽക്കുന്നതിൽ കമ്പാരിറ്റീവ്ലി ഇവിടെ ഓക്കെ ആണ്. ഓക്കെയാണ്. ഓക്കെ താങ്ക് യു. ഇത് AR